പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ ഈ 12ാം ദിവസത്തെ നമ്മൾ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രകാശത്തിന്റെ 2ാം രഹസ്യമായ ഈശോ കാനായിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന ആ വലിയ അത്ഭുതത്തെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരു വിവാഹ വിരുന്നില് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം, പ്രധാനപ്പെട്ട ഭക്ഷണം, അത് തീർന്നു പോകുക എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ആത്മീയ മേഖലയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സന്തോഷം, അതായത് ഈശോയെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ അവസരങ്ങളിലൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മോട് എന്തെങ്കിലും പറയാനുണ്ട്. അമ്മ ആ കാനായിലെ കല്യാണ വിരുന്നിൽ ആ വെള്ളം തീർന്നു പോയ സമയത്ത് പരിചാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്യും. തന്റെ പുത്രൻ പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തില് സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ ഈശോ നിന്നോട് പറയുന്നത് നീ ചെയ്യുക. ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ പുസ്തകത്തില് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ഛായ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് തിരികെ നൽകാനായിട്ട് സാധിക്കും. നിങ്ങൾ അതിനായിട്ട് എന്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളെ രൂപപ്പെടുത്തുന്നതിനു വേണ്ടി എന്നെ അനുവദിക്കുക. യഥാർത്ഥത്തില് മാതാവ് നമ്മെ രൂപപ്പെടുത്തുന്നത് ഈശോയുടെ വചനം ആഴമായി ധ്യാനിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ഛായ തിരികെ തന്നുകൊണ്ട് ഈശോയുടെ ശരിയായ ഛായയിലേക്ക് ഞാൻ നിങ്ങളെ മാറ്റും എന്ന് ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തിലെ 22ാമത്തെ സന്ദേശത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഭൗതിക സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നതല്ല, ഒരുപക്ഷെ നമ്മുടെ പണം കുറഞ്ഞു പോകുന്നതല്ല, നമുക്ക് രോഗാവസ്ഥ ഉണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഈ നൈമിഷികമായ കാര്യങ്ങൾ നമുക്ക് ഇല്ലാതെ പോകുന്നതല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒരവസ്ഥയാണ്. കർത്താവിന്റെ സാന്നിധ്യം, അവിടുത്തെ അഭിഷേകം, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവ് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഗലാത്യ ലേഖനത്തിന്റെ 5ാം അധ്യായം 22-23 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച്. അത് സ്നേഹവും ആനന്ദവും സമാധാനവും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഒക്കെയാണ്. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി യഥാർത്ഥത്തില് ആ സങ്കടത്തിലേക്കും അതുപോലെ തന്നെ സന്തോഷമില്ലാത്ത അനുഭവങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. ആ അവസരങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാമ്മയുടെ അടുക്കിലേക്ക് വരിക. അമ്മ പറയുന്നു, സഖ്യോനുട്ടിശാലയിൽ ദുഃഖിതരായിരുന്ന ശിഷ്യന്മാര് ജീവിതത്തില് നിരാശയും ഇരുട്ടും മൂടിയ അവസരത്തിൽ പരിശുദ്ധ അമ്മ അവരെ ഒരുമിച്ച് ചേർത്ത് അവരോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി. ആ അമ്മയുടെ മാധ്യസ്ഥം വഴി അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോ ദുഃഖമെല്ലാം വിട്ടുമാറി. അവർ ശക്തിയുള്ളവരായിട്ട് മാറി, സന്തോഷചിത്തരായി ഈശോയ്ക്ക് സാക്ഷികളായിട്ട് അവർ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ജീവിത സന്തോഷം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പാപം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുമ്പോൾ ആത്യന്തികമായി നമ്മൾ ദൈവത്തിന്റെ കൃപ, അവിടുത്തെ ദൈവിക ഛായ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് ഇതുപോലെ ദുഃഖിതരും മ്ലാനവതരും ഒക്കെ ആയിട്ട് നമ്മൾ മാറാറുണ്ട്. ഈ അവസരങ്ങളിൽ അമ്മ പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യും, ഈശോ പറയുന്നത് പോലെ ചെയ്യേ. അങ്ങനെ കർത്താവിനെ അനുസരിക്കുമ്പോൾ, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ, ആ വചനം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന മാനസാന്തരവും അതുപോലെ തന്നെ ജീവിത നവീകരണവും നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും. ഈ കാനായിലെ കല്യാണ വിരുന്നിൽ ഉണ്ടായതുപോലെ വലിയ സന്തോഷം, ഒരു പുതുമ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലും നിറയും. നമ്മുടെ ജീവിതം ഒരു വലിയ അനുഭവമായിട്ട്, നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.